മാതാപിതാക്കളടക്കം റീൽസിന്റെ പിന്നാലെയാ. എന്റെ കുടുംബത്തിലെ അപ്പനേക്കാൾ നല്ലൊരു അപ്പനെ പുറത്ത് റീൽസിൽ കണ്ടാൽ വിശ്വസിക്കണ്ട. എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യവതിയായ സംസാരിക്കുന്ന ഭാര്യ റീൽസിൽ കണ്ടാൽ സംശയിക്കണ്ട, അതൊരു കപടതയാ. കെട്ടിടത്തിൽ നിന്ന് വീണ് രക്തസാക്ഷിയായതല്ല. എങ്ങനെ? കെട്ടിടത്തിൽ നിന്ന് വീണ് രക്തസാക്ഷിയായല്ല. വിദേശത്തേക്ക് ഫ്ലൈറ്റ് യാത്ര പറഞ്ഞപ്പോ ഫ്ലൈറ്റ് മറിഞ്ഞ് രക്തസാക്ഷിയായതല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ മുറിവുകളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിൽ എല്ലാ നോട്ടീസിലും കാണുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളും പലകുറി വായിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഈ വിശുദ്ധന്റെ പ്രത്യേകത ഓൾഡ് പുതിയ ജനറേഷൻ പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. വാചകം എങ്ങനെയാ കിടക്കണേ? പഞ്ഞം പട വസന്ത അല്ലേ? ഈ പഞ്ഞം എന്ന് പറയുന്ന സാധനം ഇപ്പൊ കേരളത്തിലുണ്ടാ? ദാരിദ്ര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് വർക്ക് സൈറ്റുകളുള്ള ഒരു മനുഷ്യൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ, ഞാൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു കേട്ടോ, ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, വെച്ചാ ബിസിനസ്സൊക്കെ ഉണ്ട്, എന്നെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പണക്കാരനെന്നൊക്കെ പറഞ്ഞാച്ചാ, കോടികളുടെ ടേൺ ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടേക്കണച്ചാ, ഒന്നും പാളിയാ ഞാൻ മൊത്തം കൊളാപ്സ് ആവും, ദാരിദ്ര്യത്തിലാണച്ചാ. എങ്ങനെയുണ്ട്? നമുക്ക് ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് വെറുതെയാ. നമുക്കൊരു പ്രശ്നം എന്തെന്നറിയാം, മലയാളീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളിങ്ങനെ കാണിച്ചു കൂട്ടാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പുറത്തെ വീട്ടിൽ 2 നിലയാണെങ്കിൽ ഇപ്പുറത്തും കൂടി ഒരെണ്ണം മുകളിൽ കയറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ വിചാരം സ്റ്റാറ്റസ്കോം മെയിൻറ്റെയിൻ ചെയ്യണത് അതിനൊരല്പം മുന്നോട്ട് വെച്ചിട്ടില്ല, കാണിച്ചു കൂട്ടി അവസാനം ഉള്ളിൽ വലിയ കാതലൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് ദാരിദ്ര്യമുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ വിട്ടതിൻ്റെ, നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കേണ്ടതിൻ്റെ ഒക്കെ ദാരിദ്ര്യം നമുക്ക് അനുഭവിക്കുന്നില്ലേ? വിശുദ്ധ സെബസ്ത്യാനോസ് മുമ്പിൽ നമ്മൾ വരുമ്പോൾ അപേക്ഷയായിട്ട് വരുന്നത്, ഞാൻ പറഞ്ഞ ഒരു പഞ്ഞം ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് വയ്ക്കാം. രണ്ടാമത്തത് പടയാ, യുദ്ധങ്ങൾ, ഭയങ്കരമായ തകർച്ചകളൊക്കെ. ഇന്ന് യുദ്ധമൊന്നുമില്ല, പക്ഷെ വീട്ടിലാണ് യുദ്ധം. എങ്ങനെ? വീട്ടിലാണ് യുദ്ധം, സൈലന്റ് യുദ്ധ. ഭയങ്കര. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ടില്ല, എന്നാ ഗ്ലാമറ നിങ്ങളെ കാണാൻ. മിക്കവാറും ചില വീടുകളിൽ ഉപഗ്രഹങ്ങളാന്നാ പറയണേ. ഭർത്താവ് ഒരു ഉപഗ്രഹം, ഭാര്യ വേറെ ഉപഗ്രഹം, മക്കളൊക്കെ സൗരയൂഥത്തിന് പുറത്ത് സഞ്ചരിക്കുന്ന ഉപഗ്രഹം. ഇവരൊന്നും ഒരു ഭക്ഷണത്തിന് പോലും ഒന്നിച്ചു കൂടണില്ല. എല്ലാവരും ഒന്നിച്ചു കൂടുന്ന പരിപാടി തെന്നി മാറ്റുക. ഏത് സാധനം? ഇപ്പത്തൊക്കെ മനുഷ്യന്റെ ജീവിതം, അപ്പനായാലും അമ്മയായാലും മക്കളായാലും ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അന്യം നിന്ന് പോക. മ്യൂസിയത്തിൽ വെക്കേണ്ട ഗതികേടായി. കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. നമ്മള് പള്ളിയിൽ വരുന്നു സ്ഥിരമായിട്ട് സൺഡേ. നമ്മളൊക്കെ മാന്യന്മാരാ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അന്തചിത്രങ്ങളുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ തകർച്ചകളുണ്ടോ? ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയോ? നല്ല വാർത്തകളില്ലാണ്ട് പോകും ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മള് ഇപ്പൊ മാതാപിതാക്കളടക്കം റീൽസിന്റെ പിന്നാലെയാ. എന്നത്തിന്റെ പിന്നാലെ? റീൽസിന്റെ പിന്നാലെ. പക്ഷെ റീൽസിൽ കാണുന്നത് റിയൽ അല്ലെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ജീവിതം ഒരു സൈഡിൽ നിന്ന് തട്ടിപ്പോയിണ്ടാവും. മിന്നുന്നതെല്ലാം പൊന്നല്ല. എന്റെ കുടുംബത്തിലെ അപ്പനേക്കാൾ നല്ലൊരു അപ്പനെ പുറത്ത് റീൽസിൽ കണ്ടാൽ വിശ്വസിക്കണ്ട. എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യവതിയായ സംസാരിക്കുന്ന ഭാര്യ റീൽസിൽ കണ്ടാൽ സംശയിക്കണ്ട, അതൊരു കപടതയാ. ഉള്ളതിനെ സ്നേഹിക്കാൻ, ഉള്ളതിനെ ചേർത്ത് പിടിച്ച് സുഹൃതമായ കുടുംബജീവിതം നയിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സമയം. അതുകൊണ്ട് ഞാൻ പറയേ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത് പടയണേ. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടാ. അതായത് രണ്ടാമത്തെ അപേക്ഷ സെബസ്ത്യാനോസിന്റെ അടുത്ത് വന്നും പ്രാർത്ഥിക്കണം. എന്താണ്? എൻ്റെ കർത്താവേ വീട്ടിൽ തിരുക്കുടുംബം പോലെ എല്ലാവരെയും സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ച് ഭക്ഷിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുന്ന ഒരു കുടുംബം എനിക്ക് ഉണ്ടാകണേ. യുദ്ധങ്ങൾ വീട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. ലോകത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒരു രോഗത്തിന് മാത്രം മരുന്ന് കിട്ടില്ല.
ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ഈ മരുന്ന് കിട്ടില്ല. സമാധാനത്തിന് എവിടെ നിന്നെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ മരുന്നുണ്ടോ? നിങ്ങൾ പറ. സമാധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഒരപ്പനും ഒരമ്മയും, ഞാൻ എപ്പോഴും പറയും, വീട്ടിൽ കാണിച്ചു കൊടുക്കുന്നതേ പണ്ടത്തെ കാലഘട്ടത്തിൽ പേടിപ്പിക്കാം, ഇപ്പൊ പേടിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മാതൃകകളാണ് ജീവിതങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുക. വസന്ത എന്നൊക്കെ പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങളാണ്. ഇപ്പൊ സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ പറയണതേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധിയും അശുദ്ധിയും സാംക്രമിക രോഗങ്ങളാണ്. എന്നാ വിശുദ്ധിയും അശുദ്ധിയും സാംക്രമിക രോഗങ്ങൾ. അപ്പനും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് ജീവിച്ച ആ സാംക്രമിക രോഗം ആർക്ക് കിട്ടും? മിണ്ടൂല, മക്കൾക്ക് കിട്ടും. അശുദ്ധിയിൽ ജീവിക്കണ അപ്പനും അമ്മയാണെങ്കിൽ, അശുദ്ധിയിൽ ജീവിക്കണ ഒരു കുടുംബമാണെങ്കിൽ സാംക്രമിക രോഗ സാധ്യത ആർക്കുണ്ട്? മക്കൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണേ. 3 കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. മുറിവുകളെ തിരുമുറിവുകളാക്കിയ വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് നമ്മൾ ഈ അമ്പൊക്കെ മുത്തുമ്പോൾ പുള്ളിനെ മുറിവേൽപ്പിച്ച അമ്പാണ് മുത്തണേ. ദയവ് ചെയ്ത് അത് മുത്തണ സമയത്ത് ഒരു കോംപ്രമൈസ് ഫോർമുലെങ്കിലും പ്രാർത്ഥനയിൽ വേണം കേട്ടോ. അതായത്, പുണ്യാള, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എൻ്റെ വീട്ടിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഉള്ളതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കൃപ ഇങ്ങോട്ട് കിട്ടണേ. അല്ലാണ്ട് ഇങ്ങനെ മാത്രം പറയരുത്, പുണ്യാള എൻ്റെ മകള് എൻ്റെ ഇന്ന പൈസ കിട്ടണേ, ഇന്ന സാമ്പത്തിക. അപ്പം പുണ്യാളം പറയും, എന്നാലും എൻ്റെ തോമാസേ, ഞാനിവിടെ ഇങ്ങനെ അമ്പൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നിനക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റണ്ട? നമ്മൾ 2 വശങ്ങൾ, ഞാൻ അപേക്ഷ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർക്കണം. മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ സാധിക്കണം.